ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓംലേറ്റ് ആണ്. ഓംലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ബട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഓംലേറ്റ് ആണ് കേട്ടോ, സ്പാനിഷ് ഓംലേറ്റ്. അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് വലിയ പൊട്ടറ്റോ, പിന്നെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പൊട്ടറ്റോയും ഒനിയനും കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ സ്പാനിഷ് റെസിപ്പീസ് എല്ലാം മാക്സിമം ഒലീവ് ഓയിലാണ് ചെയ്യുന്നത്. ഇനി ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്കിത് സൺഫ്ലവറിലോ നമ്മുടെ അടുത്തുള്ള ഓയിൽ വെച്ചിട്ട് ചെയ്യാം. ബട്ട് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നു, അത്രമാത്രം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇതൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിയണം കേട്ടോ. ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയും പൊട്ടറ്റോയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ബബിൾസ് പോലെ ഇങ്ങനെ വരണം. അപ്പോഴാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇടുവാണ്. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും സവാളയും കൂടി ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് നല്ലൊരു മിക്സ് കൊടുക്കാം. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി, ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്പാനിഷ് ഓംലേറ്റ് ഉണ്ടാക്കാം. ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം നമുക്കിതൊന്ന് വേവിക്കാം അടച്ചു വെച്ചിട്ട്. 5 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. കാരണം നമ്മളിതിങ്ങനെ ഇളക്കുമ്പോൾ ഇതിങ്ങോട്ട് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തി വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. നമ്മുടെ ഓംലേറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഇതിടുവാണ്.
ഇനി അടുത്ത ഭാഗം കൂടെ ആവണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാണ്. എഗെയിൻ ലോ ഫ്ലെയിമിൽ ഞാനിതൊരു 3 മിനിറ്റ് വേവിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഞാൻ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇത് എടുക്കുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇതിങ്ങനെ എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് വെന്ത് കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നമുക്കിത് വേണമെങ്കിൽ ഇത് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പിസ്സയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എഗ് ഓംലേറ്റ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. താങ്ക് യു എവരി വൺ.